കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ ഇന്ന് ആഗോള സഭ ആഘോഷിക്കുകയാണ്. 40-ാം ദിവസം മോശയുടെ നിയമമനുസരിച്ച് തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വരുന്ന മാതാപിതാക്കൾ, അമ്മയായ മറിയവും യൗസേപ്പിതാവും പൊന്നോമനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളുടെ വെളിച്ചങ്ങളാണ് പിന്നീട് കിട്ടുന്നത്. ഇന്ന് വരെ ഭൂമി കേൾക്കാത്ത ഒട്ടനവധി വാക്കുകൾ അന്ന് ശിമയോൻ എന്ന പ്രവാചകൻ്റെ വായിൽ നിന്ന് മറിയവും യൗസേപ്പും കേൾക്കുന്നുണ്ട്. ഇവൻ അനേകരുടെ വിവാദ വിഷയമായി തീരും, പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇവൻ കാരണമാകും. ഇങ്ങനെ ഭൂമി ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും അപ്പുറമുള്ള പ്രവാചകൻ്റെ ചില ശബ്ദങ്ങൾ. ഒട്ടനവധി വാക്കുകൾ കേൾക്കുമ്പോഴും അവസാനം പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. സമർപ്പണം ചെയ്തവരുടെ ജീവിതത്തിൽ ഒരു വാളുണ്ടെന്നും സമർപ്പണം ചെയ്യപ്പെട്ട കുഞ്ഞ് ഈ ഭൂമിക്ക് തന്നെ ഒരു രക്ഷയായി തീരുമെന്നുള്ള വലിയൊരു സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമർപ്പണം എന്നത് ഏറ്റവും മനോഹരമായി ഈ ഭൂമിയിൽ കാട്ടിക്കൊടുത്തത് ആ തിരുക്കുടുംബം തന്നെയാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും അവരുടെ കുഞ്ഞിനെ ഈ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ പിന്നീട് ഒരു നഷ്ടത്തിൻ്റെ ഒരു കഥ ആ സുവിശേഷ ഭാഗത്ത് മുഴുവനും നമുക്ക് വായിക്കാൻ സാധിക്കും. വളരെ റെലവൻ്റായിട്ട് ചില ഇൻസിഡൻസൊക്കെ ബൈബിളിൽ പറഞ്ഞു പോകുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ മകനെ കാണാതായി ഈ മാതാപിതാക്കൾ തേടി ആ മകനിലേക്ക് എത്തുമ്പോൾ കണ്ണുനീരും വേദനയോടെ തന്നെയായിരിക്കണം അവർ സമീപിച്ചിരിക്കുക. അപ്പോഴാണ് അവൻ്റെ മുമ്പിൽ നിന്ന ഒരു കൂട്ടം ജനത്തിന് മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞത്: നിങ്ങൾ എന്തിന് എൻ്റെ കാര്യത്തിൽ വ്യാകുലരാകുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇങ്ങനൊരു വാക്കൊക്കെ പറയുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് അവർ നൽകിയ സമർപ്പണത്തിൻ്റെ എവിടേക്കോ ഒരു അർത്ഥം ആ മകൻ കാട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ മാതാപിതാക്കൾ ഒരു സാധാരണ മാതാപിതാക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അവിടെയും വേദനിച്ചിട്ടുണ്ടാകും. 30-ാമത്തെ വയസ്സിൽ ആ മകൻ വീട് വിട്ടിറങ്ങുമ്പോൾ എത്ര രാത്രികൾ ആ അമ്മ കാത്തിരുന്നിട്ടുണ്ടാകും. ആരുടെയോ വഞ്ചിയുടെ അണിയത്ത് കിടന്നുറങ്ങി, ആരുടെയൊക്കെയോ വിവാദങ്ങളൊക്കെ കേട്ട് പിന്നീട് ഏറ്റവും മോശപ്പെട്ട മകനെന്ന രീതിയിൽ ഇവൻ വേശ്യകളുടെയും ചുങ്കക്കാരുടെ ഒപ്പം കൂട്ടുകൂടുന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ അമ്മ എല്ലാ രീതിയിലും ഇന്ന് തകർക്കപ്പെടുകയാണ്. കൃത്യമായിട്ടൊരു കാര്യം നമുക്ക് ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമർപ്പണം ചെയ്തവർക്കൊക്കെ നഷ്ടങ്ങളുടെ ഒരു കഥ ഈ ഭൂമിയിലുണ്ട്. സമർപ്പണം ചെയ്തവനാകട്ടെ അവൻ ത്യാഗത്തിൻ്റെ ഒരു കഥ ഈ ഭൂമിയിൽ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു നഷ്ടത്തിൻ്റെ കഥ സമർപ്പിച്ചവർക്കും ത്യാഗത്തിൻ്റെ വലിയൊരു അനുഭവം സമർപ്പിതരായവർക്കുമുള്ള ഒരു ജീവിതമാണെന്ന് സുവിശേഷത്തിലെ ക്രിസ്തുവും തിരുക്കുടുംബവും നമുക്ക് കാട്ടിത്തരും. അങ്ങനെ ഒരു ഉൾവെളിച്ചത്തിൽ നിന്നാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സമർപ്പണത്തിൽ എവിടെയെങ്കിലും അയവ് വന്നിട്ടുള്ള എല്ലാവർക്കും പിന്നീട് പറയാനുണ്ടായിരുന്നത് വേദനയുടെയും കണ്ണുനീരിൻ്റെയും കഥയാണ്. ആദം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ നിന്നവനാണ്. പക്ഷേ എവിടെയോ വെച്ച് ഒരു വിലക്കപ്പെട്ട കനി അവനെ ദൈവതുല്യനാക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് അവൻ ആ സ്വർഗം നഷ്ടപ്പെടുന്നു. സ്വർഗത്തിൻ്റെ സൗഭാഗ്യം മാത്രമല്ല, ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ള ആ സഹായന യാത്ര പോലും അവന് നഷ്ടപ്പെടുന്നു. പിന്നീട് വായിക്കുന്നത് അബ്രഹാത്തിൻ്റെ ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നാം എന്നും വിശ്വസിപ്പിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നീതിയോടെ ആ മനുഷ്യൻ ജീവിക്കുന്നിടത്ത് എവിടെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദാസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നൊക്കെ പറയുന്നിടത്ത് അയാൾ ഏർപ്പെടുന്നു. അവിടെ വെച്ച് മറ്റൊരു തലമുറ പിന്നീട് ഉണ്ടാകുന്നു. ആ തലമുറ എല്ലാ കാലത്തും അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ഇങ്ങനെ സമർപ്പണത്തിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അത് വലിയൊരു വീഴ്ചയായി തീരുമെന്ന് ആദവും അബ്രഹാത്തിൻ്റെ ജീവിതമൊക്കെ നമ്മളെ പഠിപ്പിക്കും. പിന്നീട് ന്യായാധിപൻ്റെ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ 13-ാം അധ്യായത്തിൽ സാംസന്റെ ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട്. സാംസൺ ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശക്തി കൊണ്ട് ആർക്കും അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു കൃപാവരം കിട്ടിയൊരു മനുഷ്യനാണ്. ഒടുവിൽ ഒരു 5 അധ്യായത്തിലാണ് ആ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തി ദൈവം ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു വയ്ക്കുന്നിടത്ത് ആ സമർപ്പണത്തിൻ്റെ ശക്തി ഒടുവിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഭാര്യയോട് പറയുന്നിടത്ത് ആ ശക്തി വെളിപ്പെടുന്നു. പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതം ഒരു 5 അധ്യായത്തിനുള്ളിൽ ഏറ്റവും വലിയ മോശപ്പെട്ട രീതിയിൽ തീരുന്നു. ഒരു ചരട് കെട്ടി വയ്ക്കുമ്പോൾ ആ ചരടിൽ ഇങ്ങനെ തകർന്നു പോകാൻ തക്കവിധത്തിൽ അയാൾ ബലഹീനനായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഇങ്ങനെ നിരവധി ജീവിതങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. സമർപ്പണത്തിൽ എല്ലാവരും വിളിക്കപ്പെട്ടത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്കാണ്. അവർ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ വലുതാണ്. ആദത്തിന് ഒരു ഏദൻ തോട്ടവും അബ്രഹാത്തിന് ഒരു വിശ്വാസത്തിൻ്റെ പിതാവെന്നുള്ള ഒരു ആദരവും സാംസണ് ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തൻ എന്നുള്ള ഒരു ബോധ്യവും, ഇങ്ങനെ ബൈബിൾ പറയുന്ന ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിളിക്കപ്പെട്ടതൊക്കെ ഏറ്റവും മനോഹരമായ സൗഭാഗ്യത്തിലേക്കാണ്. പക്ഷേ ഏതോ ഒരിടത്ത് വെച്ച് അവർക്കുണ്ടാകുന്ന വീഴ്ചകൾക്കുണ്ടായ പതനം അത് ചിന്തിക്കുന്നതിനും വാക്കുകൾക്കും അപ്പുറമാണ്.
അതാണ് ഈ സമർപ്പണത്തിൻ്റെ ഒരു അന്തസത്ത. വിളിക്കപ്പെടുമ്പോൾ എല്ലാവരും ബലഹീനരാണ്. പക്ഷേ വിളിക്കപ്പെട്ടതിന് ശേഷം ആ ബലഹീനതയിൽ ജീവിക്കാനുള്ള ബാധ്യത അവർക്കില്ല. വിളിക്കപ്പെടുമ്പോൾ എത്ര ബലഹീനരാണോ, പിന്നീട് വിളിക്കപ്പെട്ടതിന് ശേഷം, സമർപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ കൂടുതൽ ശക്തരായിത്തീരും. ആ ശക്തി കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ബാധ്യത. പക്ഷെ എവിടെയോ വെച്ച് ആ പഴയ കുറവിലേക്ക് അവർ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതവരെ എന്നേക്കുമായുള്ള നന്മ കെടുത്തിക്കളായി. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 1 കൊരിന്ത്യർ 1:27 വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. അതെ, ഈ ഭൂമിയിൽ ഒട്ടനവധി വിജ്ഞാനികളാണുള്ളത്. അവരുടെയിൽ ഏറ്റവും കുറവുള്ള മനുഷ്യരായി ഓരോ സമർപ്പിതരെയും തിരഞ്ഞെടുക്കുന്നത് പിന്നീട് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഭോഷന്മാരായവർ പിന്നീട് വിജ്ഞാനികളെക്കാൾ വലിയ മനുഷ്യരായിത്തീരും. പക്ഷെ എവിടെയോ വെച്ച് ആ കുറവിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ വലിയൊരു നഷ്ടത്തിൻ്റെ കഥ പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയമുള്ളവരെയും, ഇന്ന് സമർപ്പണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നാം എല്ലാവരും സമർപ്പിക്കപ്പെട്ടവരാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്നവർ കുടുംബത്തിലെ ജീവിത പങ്കാളിക്കും മക്കൾക്കും സമർപ്പിക്കപ്പെട്ടവരാണ്. മക്കൾ മാതാപിതാക്കൾ വിധേയരാകാൻ സമർപ്പിക്കപ്പെട്ടവരാണ്. വൈദികരൊക്കെ അവരുടെ രൂപതയ്ക്കും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജനത്തിനും സമർപ്പിക്കപ്പെട്ടവരാണ്. സന്യസ്തരയ്ക്ക് അവരുടെ ജീവിതത്തിൽ നൽകപ്പെടുന്ന വ്രതങ്ങൾക്കനുസരിച്ച് ജീവിക്കാമെന്ന് സമർപ്പിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിനിടയിലും ഒരു സമർപ്പണം അത്യാവശ്യമായിട്ടുണ്ട്. ഓർക്കണം, തുടങ്ങിയത് കുറവിൽ നിന്നാണ്, പക്ഷേ അവസാനിക്കേണ്ടതും ആ കുറവിൽ തന്നെയാകരുത്. കാരണം വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരായവരവൻ തിരഞ്ഞെടുത്തു. കുറവിൽ നിന്ന് തുടങ്ങിയ ജീവിതം ഇന്നത്ര കുറവിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്. വലിയ ശക്തിയോടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ യാത്രയ്ക്കിടയിൽ പഴയ കുറവിലേക്ക് തിരിഞ്ഞു നടക്കാതെ എത്ര നിറവിലാണോ ആയിരിക്കുന്നത് ആ നിറവിൽ സമർപ്പണത്തിൽ അയവ് വരാതെ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പരിശുദ്ധ അമ്മ സമർപ്പിച്ച ആ ഒരു സമർപ്പണം അന്ത്യത്തോളം അവൾ പൂർണ്ണമായും സമർപ്പിച്ചു. കുരിശിൽ നാം മടിയിൽ കിടത്തുവോളം അവൾ അല്പം പോലും പരാതിയോ പരിഭവമോ പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ടാണ് പിന്നീട് അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറിയത്, ദൈവത്തിൻ്റെ അമ്മയായി മാറിയത്. ഒരുപക്ഷെ ഈ സമർപ്പണത്തിനിടയിൽ എവിടേക്കോ നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടാകാം, നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ടാകാം. സാരമില്ല, സമർപ്പണം എത്ര അർത്ഥവത്താകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വയ്ക്കുന്ന ഒരു നിക്ഷേപമുണ്ടല്ലോ, അത് പിന്നീട് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ മാറില്ല ഞാൻ ആരാധിക്കും എന്നും നൃത്തം ഞാൻ ചെയ്തിടും ആയുസ്സുള്ള നാളല്ല. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ മാറില്ല ഞാൻ ആരാധിക്കും എന്നും നൃത്തം ഞാൻ ചെയ്തിടും ആയുസ്സുള്ള നാളല്ല. പിന്നാലെ
ഞാൻ ചെയ്തിടും ആയുസ്സുള്ള നാൾ